മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 23 verse 11. നിങ്ങളുടെ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കും. ഒരിക്കല് ഒരു വീട് വിസിറ്റിനായി കയറി ചെല്ലുമ്പോൾ അപ്പന്റെ ദേഹത്ത് 3 പിള്ളേരും കയറിയിരുന്നു. അപ്പൻ ആന കളിക്കുക. അപ്പം പിള്ളേരിരുന്ന് ആന അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നടക്കും. അങ്ങനെ ചെയ്യണം. അച്ഛൻ കയറി ചെന്നതോടെ പിള്ളേർ കളി നിർത്തി. അച്ഛൻ രസംകൊല്ലിയായിട്ട് കയറി വന്നല്ലോ എന്ന് ഓർത്ത് അവരിപ്പോൾ വിഷമിച്ചു. ഇങ്ങനെ തമാശയായിട്ട് അപ്പൻ പറഞ്ഞു, അച്ഛൻ കറക്റ്റ് സമയത്താ വന്നത്, വന്നില്ലായിരുന്നു ഞാൻ നടുവൊടിഞ്ഞാന്. അദ്ദേഹം പറയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ അപ്പൻ എന്നെ തിരുത്തി പറമ്പിലൂടെയൊക്കെ നടക്കുമായിരുന്നു. ആ ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ എന്റെ ദേഹത്ത് കയറ്റുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം. അവരതിലൂടെ വളരുകയാണ് എന്ന് ഈ അപ്പൻ പങ്കുവെക്കുകയാണ്. അതെ, തിരുവചനത്തിൽ നമ്മൾ കണ്ടു, ഏറ്റവും വലിയവൻ ശുശ്രൂഷകനായിട്ട് മാറണം. നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു പിതൃ അനുഭവം മക്കൾക്കുണ്ടാവണം. അവരെ ലാളിക്കുകയും അവരെ വഹിക്കുകയും അവരോടൊത്ത് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരപ്പനായി മാറണം. ഗൗരവക്കാരനോ ചുണ്ടിക്കാരനോ വഴക്ക് പിടിക്കുന്ന ആളോ ആകാതെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം ഉൾക്കൊള്ളുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ കഴിയണം. ഇപ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ സ്വർഗസമാനമാണ്. അല്ലെങ്കിൽ എന്തു പറ്റും? നരകത്തിന് തുല്യമായി. അതിനിടെ വരാതെ ആ പഴയ മൂല്യങ്ങൾ തന്നെ നന്നായി സൂക്ഷിക്കുവാൻ എല്ലാവർക്കും കഴിയണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.